കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചു ഇത് പോയാൽ എന്ത് പറ്റുമോ, നമ്മളിന്ന് കൊണ്ട് പാസ്പോർട്ട് കൊണ്ടല്ലേ വന്നേക്കുന്നത്, ഇറങ്ങി അങ്ങോട്ട് കളിക്കാന്നല്ലേ ഉള്ളൂ. നമ്മൾ അധ്വാനിച്ച മുതലാന്ന് എവിടെയും പോയില്ല, ഇന്നലെ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചു. ഫാമിലി പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു ഇത്രയും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആയിരുന്നു. അപ്പം നമ്മളന്ന് അവരോട് പറഞ്ഞു സ്റ്റാഫിനെ കുറയ്ക്കാനും പറ്റില്ല, സ്റ്റാഫിൻ്റെ സാലറി കട്ട് ചെയ്യാനും പറ്റില്ല. നമ്മളെ കുറ്റം പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ നല്ലതാണെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹം. ഞങ്ങളുടെ ബിസിനസ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചു ഇത് പോയാൽ എന്ത് പറ്റുമോ, നമ്മളിന്ന് കൊണ്ട് പാസ്പോർട്ട് കൊണ്ടല്ലേ വന്നേക്കുന്നത്, ഇറങ്ങി അങ്ങോട്ട് കളിക്കാന്നല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസമാണോ ഒരു സംരംഭകൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ? അതോ കഠിനാധ്വാനമാണോ? അതോ ഭാഗ്യമാണോ? അതോ സമയത്ത് ചില സന്ദർഭങ്ങളിൽ എത്തിപ്പെടലാണോ? ചിലപ്പോൾ ഇതെല്ലാം ചേർന്നാണെങ്കിലോ? എന്നാൽ നമ്മുടെ നാട് വിട്ട് ഒരാൾ വേറൊരു നാട്ടിലേക്ക് വരുന്നു. ആ നാട്ടിൽ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കഠിനാധ്വാനം, അതുപോലെ കഠിനാധ്വാനം ചെയ്ത് ഒരു വലിയ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തുന്നു. ഒന്നല്ല രണ്ടല്ല, 1500 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. കോടികളുടെ വിറ്റുവരവ്. ഇതൊരു സ്വപ്നകഥയല്ല. ഒമാൻ എന്ന ഈ രാജ്യത്തിൽ ഒരു മലയാളി വന്ന് സൃഷ്ടിച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ കഥ കൂടിയാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ ഒമാൻ എഡിഷനിലേക്ക് സ്വാഗതം. സ്പാർക്കിൻ്റെ 600-ൽ പരം ഇൻ്റർവ്യൂകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ്. ഇപ്പോൾ ഒമാനിൽ മസ്കറ്റിലിരുന്നു കൊണ്ട് ഒമാൻ എഡിഷന് തുടക്കം കുറിക്കാൻ എന്നോടൊപ്പമുള്ളത് ഇവിടെ വന്ന് ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച ഈ നാട്ടിലെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ശ്രീ അബ്ദുൽ വാഹിദ്. അദ്ദേഹം ഇന്ന് ഒമാനിൽ മാത്രമല്ല GCCയിൽ എമ്പാടും അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ്. നാട്ടിൽ പലർക്കും ഇദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. സ്നേഹത്തോടെ, സ്നേഹാദരവോടുകൂടി സ്പാർക്കിൻ്റെ ഈ ഒമാൻ എഡിഷനിലേക്ക് വാഹിദയ്ക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? കൊല്ലം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിലാണ്. താങ്കൾ പഠിച്ചതൊക്കെ? കരുനാഗപ്പള്ളി. വിദ്യാഭ്യാസമൊക്കെ? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ? ശരി. അപ്പം മാതാപിതാക്കളൊക്കെ? ഉമ്മ ഇപ്പോഴും ഉണ്ട്. വാപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു, 4 വയസ്സുള്ളപ്പോഴേ മരണപ്പെട്ടു. താങ്കൾക്ക് 4 വയസ്സുള്ളപ്പോൾ? അപ്പോൾ എത്ര സഹോദരങ്ങളാണ് നിങ്ങൾ? ഞങ്ങൾ മൊത്തം 5 പേരാണ്. 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുണ്ട്. അതിൽ താങ്കൾ എത്രാമത്തെ? ഞാൻ 3ാമതാണ്. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ ഇപ്പോൾ മരിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ആരാണ്? മരിക്കുന്ന സമയത്ത് എൻ്റെ അനുജന് 2 വയസ്സ്, ഇളയ സഹോദരിക്ക് 6 മാസം പ്രായമുള്ളവരാണ്. 6 മാസം? ഉമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്? നല്ല കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഉമ്മയാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉമ്മയും കൊണ്ട് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളെവിടെ പോയാലും ഉമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. നാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ നാട്ടിലേക്ക്, ഇവിടെ വരണമെന്ന് പറയുമ്പോൾ ഇവിടെ. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സോടുകൂടി നിർത്തേണ്ടി വന്നു. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നോ? പഠിത്തത്തിൽ അന്നേ മോശമായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ തോപ്പിക്കുമായിരുന്നു. ഇന്നങ്ങനെ ഇല്ലല്ലോ അല്ലേ? തോറ്റു പഠിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ പരിപാടി അല്ലേ? അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ബിസിനസ്സിലേക്കായിരുന്നു. തലയിലൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് ചെറുപ്രായത്തിൽ? നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ എന്നിട്ട് സ്ക്രാപ്പിന്റെ കച്ചവടം ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്പ് എടുക്കുക, തിരിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നാട്ടിലുള്ള പല കമ്പനികളിൽ നിന്ന് ലേലത്തിലെടുക്കുക. അത് എത്ര വയസ്സുള്ളപ്പോഴാണ്? 14-15 വയസ്സുള്ളപ്പോൾ. ആ പ്രായത്തിൽ അത് ഏകദേശം എൻ്റെ 20 വയസ്സ് വരെയും നാട്ടിൽ അത് തന്നെയാണ് ചെയ്തിരുന്നത്. 21ാമത്തെ വയസ്സിലാണ് ഗൾഫിലേക്ക് വരുന്നത്.
അതോടുകൂടി ചോദിച്ചോട്ടെ, കാരണം ആ പ്രായത്തിലൊക്കെ ഒരു കുടുംബനാഥനില്ലാത്ത ഒരു വീട്ടിൽ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുള്ള കാലവും പ്രായത്തിലൊക്കെ താങ്കൾ കച്ചവടമാണ്, ബിസിനസ്സാണ് ചെയ്തത്. ദൈവാനുഗ്രഹം അന്ന് നമുക്ക് നാട്ടിൽ നിന്ന് ഇതെല്ലാം ചെയ്യുമ്പോഴും വഴി തെറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. പക്ഷേ നമുക്ക് പറഞ്ഞുതരാൻ ആരുമില്ല. പിന്നെ നല്ലത് ചെയ്യണം, നല്ല രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള നമ്മളെ കുറ്റം പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരുടെയൊക്കെ മുമ്പിൽ നല്ലതാണെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹമാണ്. ആ രീതിയിൽ നമ്മൾ ഒരാളിനെ കൊണ്ട് മോശം പറയാതെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് അവിടവും അതിനപ്പുറമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി, അവരെ വേറൊന്നുമല്ല, സന്തോഷത്തോടു കൂടി തന്നെ അവരെ കാണാനും അവരെ പരിചരിക്കാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണല്ലേ. അപ്പോൾ താങ്കൾ ആ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ ചെറുപ്രായത്തിൽ പൈസ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയാണ്, സൗഹൃദങ്ങളുണ്ട്, ഒരുപാട്. ഒരു പ്രവാസിയാവാനുള്ള സാഹചര്യം എന്തായിരുന്നു? താങ്കൾക്കാണെങ്കിൽ ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നോ? ഇല്ല, ഗൾഫിൽ പോകാൻ ഒരു ആഗ്രഹവുമില്ല. അപ്പൊ എന്നോട് പറയുന്ന എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയും, എന്തിനാ ഗൾഫിൽ പോകുന്നത്, നമുക്ക് നാട്ടിൽ നിന്ന് ജീവിച്ചുകൂടെ എന്ന് പറയും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സഹോദരങ്ങൾ, കൂട്ടുകാരെല്ലാവരും ഗൾഫിലേക്ക് പോകുന്ന ഒരാഗ്രഹം, ഒരു 10-41 ആൾക്കാർ ഒന്നിച്ച് ഇൻ്റർവ്യൂവിന് പോയി അതിൽ എല്ലാവരും പാസ്സായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു. ഒരു 3 മാസം കാത്തിരുന്ന് കഴിഞ്ഞപ്പം വിസ വന്നു. ഞാനൊഴികെ എല്ലാവർക്കും വിസ കിട്ടി, എനിക്ക് മാത്രം വിസ ഇല്ല. അത് കൊള്ളാം. സൗദി അറേബ്യയിലേക്ക് എല്ലാവരും പോയി, ഞാൻ മാത്രം പോയില്ല. 41 പേര് അപ്ലൈ ചെയ്തിട്ട് 40 പേർക്ക് വിസ കിട്ടി, താങ്കൾക്ക് മാത്രം കിട്ടിയില്ല. അപ്പൊ അതൊരു വിഷമായി. പിന്നെ ഗൾഫിൽ പോകണം എന്ന് അന്നേരം ഒരു ആഗ്രഹമായി. എല്ലാവരും കൂട്ടുകാർ പോയല്ലോ, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, പോകണം. അപ്പൊ എന്റെ സഹോദരൻ പറഞ്ഞു, സഹോദരൻ ഇപ്പം ഗൾഫിൽ ഒമാനിലുണ്ട്, അദ്ദേഹം ആ സമയത്ത് ഗൾഫിലുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുൽ ജബ്ബാർ, എന്റെ മൂത്ത ബ്രദറാണ്, ഏറ്റവും മൂത്ത. ഇളയത് അബ്ദുൽ ലത്തീഫ്. അപ്പൊ അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുകയാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ആ സമയം അന്ന് ജ്യേഷ്ഠൻ അന്ന് ഇവിടെ ഉണ്ട്, ജോലി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗൾഫിൽ പോകണമെന്നുണ്ടെ പിന്നെ ഞാൻ വിസ എടുക്കത്തില്ലേ. അപ്പൊ അന്ന് ഈ വിസ എങ്ങനെയാണ് കിട്ടിയത്? പൈസ കൊടുക്കണമായിരുന്നു? അന്ന് വിസയ്ക്ക് നാട്ടിൽ 30,000 രൂപ, അന്നത്തെ 30,000 വലിയ തുകയാണ്. 30,000 വലിയ തുക, 90-ലാണ്. 30,000 രൂപ കൊടുത്ത് വിസ എടുക്കാൻ ചെയ്തു. അതാണ് കിട്ടാതെ. പിന്നെ പൈസ തിരിച്ചു കിട്ടി. ഞാൻ ജ്യേഷ്ഠൻ വിസ എടുത്തു, പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണ്. ഒമാൻ. അപ്പൊ ഈ ഒമാനിലേക്ക് വരാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നു? ഒമാനിലേക്ക് വരാൻ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ ഒമാനിലേക്ക് പോകുന്ന ഒരു പാവപ്പെട്ടവരാണ്. സൗദിയൊക്കെയാണ് വലിയ രാജ്യം. അപ്പൊ അതാണ് ഗൾഫ്. ഒമാൻ ഗൾഫായിട്ട് ആരും കാണുന്നില്ല. അപ്പം അങ്ങനെ ഒമാനിലേക്ക് എന്നാ പിന്നെ പോയി നോക്കാം, ജ്യേഷ്ഠൻ പറയുന്ന പിന്നെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇറങ്ങി ഇവിടെ വന്നു. ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ആദ്യം ചെറിയ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ കച്ചവടങ്ങൾ. ആദ്യം എന്ത് ജോലി ചെയ്തു? ആദ്യം ചെയ്ത ജോലി ഞാനിങ്ങനെ സ്വീപ്പ് മാർക്കറ്റിൽ, പച്ചക്കറി മാർക്കറ്റിൽ. അപ്പം അവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ മരണപ്പെട്ടപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ 2 മാസത്തേക്ക് കടയിൽ നിന്നു. ആ കടയിൽ നിന്ന് ജോലി ചെയ്തു. അറബിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അത് തിരിച്ചു. അറബിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്കൾ ആദ്യമായിട്ട് കിട്ടുന്ന ജോലിയാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് കയറുമ്പോഴേ എനിക്ക് ഭാഷ അറിയില്ല, അറബി അറിയത്തില്ല, ഹിന്ദി. 20-21 വയസ്സുണ്ട്. ഒരു ഭാഷ അറിയാത്ത സമയത്ത് അപ്പം ഞാൻ എന്തോ കൈവച്ച കാണിച്ച് അംഗം കാണിച്ചിട്ടുണ്ട് ആ ഭാഷയിലൊക്കെ. ആൾക്കാർക്ക് അത് പ്രത്യേകിച്ച് ഈ ഒമാനിലുള്ള ആൾക്കാർക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും അവർ നമ്മളെ പഠിപ്പിക്കും. ഒരു നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. അറിയാൻ വയ്യാത്ത അവർക്ക് മനസ്സിലാവും ഇത് അറിയാൻ വയ്യാത്ത ഒരാളാണെന്ന് അവർക്കറിയാം. അന്നും ഇന്നും ഒമാനികളുടെ കൾച്ചർ അങ്ങനെ. അവർ നമ്മളെ നല്ലതുപോലെ സ്നേഹിക്കും. അവര് ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ എന്തും. ഈ അറബി അങ്ങനെ തന്നെയായിരുന്നു. ഈ അറബി എന്നെ കണ്ടു, ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് കച്ചവടം ചെയ്യും. അപ്പൊ കച്ചവടം ചെയ്തിട്ട് പോകുമ്പോ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു 2 റിയാൽ എനിക്ക് തരും. 2 റിയാൽ വലിയ തുകയാണ്. 2 റിയാൽ തരുമ്പോ ഓക്കെ, ഞാൻ ആലോചിച്ചത് ശമ്പളമായിരിക്കും. 1 മാസം കഴിഞ്ഞപ്പം ശമ്പളവും അദ്ദേഹം തന്നു. അപ്പൊ ഡെയിലി അത് എത്ര ഉണ്ടായിരുന്നു? അത് 120 റിയാൽ. അത് വലിയ തുകയല്ലേ? 120 അല്ല, അന്ന് 120 റിയാൽ. ഒരു 1000 രൂപയ്ക്ക് അന്ന് 33 റിയാൽ ഉണ്ടെങ്കിലേ 1000 രൂപ കിട്ടുള്ളൂ. 33 റിയാൽ വേണം 1000 രൂപ ഇന്ത്യൻ റുപ്പി കിട്ടണമെന്നുള്ളത്.
അപ്പം അന്ന് 120 റിയാൽ ശമ്പളം വലിയ തുകയാണ്. അപ്പം അദ്ദേഹം 120 റിയാൽ ശമ്പളം തന്നു. അതുകൂടാതെ 2 റിയാൽ വെച്ച് എല്ലാ മാസവും എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് അത്ഭുതത്തോടെ എനിക്ക് ഭാഷയിൽ ചോദിക്കാനറിയത്തില്ല ഇത് എന്തിനാണ്. അപ്പം എൻ്റെ കൂടെയുള്ള സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഡെയിലി 2 റിയാൽ തരുന്നുണ്ട്. പിന്നീട് മാസം ഇപ്പം 120 റിയാൽ ശമ്പളവും തന്നു. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ചെന്നിടം തൊട്ട് അദ്ദേഹത്തിന് നല്ല കച്ചവടമാണ്, പൈസ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിന് ഡെയിലി എനിക്ക് തരുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പിയായി. കാരണം 2ാമത്തെ മാസം ഈ കടയിൽ ജോലി ചെയ്ത ആൾ വന്നു. അദ്ദേഹത്തിന് ഇത് തിരിച്ചേൽപ്പിച്ചിട്ട് പിന്നെ ജോലിയില്ല. പിന്നെയും 2 ആഴ്ച ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വെറുതെ ഒന്ന് സമയം കളയണ്ടായിരുന്നു, നാട്ടിൽ കയറി പോകാം. നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് തരാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നാട്ടിൽ പൈസ കിടപ്പുണ്ട്, നാട്ടിൽ ചെന്നതുകൊണ്ട് ഞാൻ ക്യാഷ് എടുത്ത് തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും വന്നതല്ലേ കുറച്ചുകൂടെ നിന്ന് നോക്കിയതിന് ശേഷം ഞാനും ആലോചിച്ചു ഏതായാലും നനഞ്ഞില്ലയോ, കുളിച്ച് തന്നെ കയറാമെന്ന് വെച്ച് ഇറങ്ങി. അവിടെ നിന്ന് കറങ്ങി അടുത്ത എന്തെങ്കിലും പരിപാടി നോക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരിടത്തൊരു വഴക്ക് നടക്കും. വഴക്കെന്ന് വെച്ചാൽ ഒരു സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രൂക്ഷമായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. ആ സംസാരം നടക്കുന്നത് ഞാൻ ചെന്ന് നോക്കിയാൽ എൻ്റെ ഒരു റിലേഷനുമായിട്ടാണ് സംസാരം നടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു റിവ്യൂലുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വണ്ടി ഏകദേശം 2-3 മാസമായിട്ട് എടുത്ത് മലയാളിയാണ് 2-3 മാസമായിട്ട് ഇവിടെ എടുത്തിട്ടിരിക്കുകയാണ്. എനിക്ക് വാടകയും തരുന്നില്ല, വണ്ടിയും തിരിച്ചു തരുന്നില്ല. താങ്കളുടെ ബന്ധു ഈ പരിചയമുള്ള തരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചെന്താ അത് ഇന്നപോലെ കച്ചവടം ചെയ്യുന്നതിന് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതായത് ഏതായാലും 3 മാസത്തിനകം പൈസ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു നിങ്ങൾ ഈ വണ്ടിയുടെ വാടക 3 മാസത്തിന് അദ്ദേഹം തരും, അല്ലെങ്കിൽ ഞാൻ തരാമെന്നാണ്. അപ്പം ഞാൻ തരാമെന്ന് ഞാനാണ് നമ്മളൊരു വഴി ഞാൻ പറഞ്ഞ അദ്ദേഹം കേട്ടു. അയാള് ശരി നിങ്ങൾ പറഞ്ഞാണല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേട്ടു. ഞാൻ അന്നേരം ആലോചിച്ചത് എങ്ങനെ കൊടുക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കി ഈ വണ്ടി അവിടെ തന്നെ ഉണ്ട്, കച്ചവടവും ഇല്ല, ഇതിങ്ങനെ കിടക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേ ഈ വണ്ടി ഞാൻ കയറി വാക്ക് പറഞ്ഞു 3 മാസം പൈസ കൊടുക്കുക, വെറുതെ എങ്ങനെ കിടന്നാൽ എങ്ങനെ കൊടുക്കും, അല്ലെ പിന്നെ വണ്ടി അങ്ങ് തിരിച്ചു കൊടുത്തായിരുന്നു ഈ ശല്യം തരാം. അദ്ദേഹം അത് കൊണ്ടുപോയനായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്നാൾ പറഞ്ഞു ഈ വണ്ടി വെറുതെ കിടക്കില്ല, ഇത് എടുത്തിട്ട് നീ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാനൊരു ശരിയാണല്ലോ. അപ്പം ഞാൻ സംസാരിച്ചു എൻ്റെ അടുത്ത് വന്ന്. അപ്പം ശരി കുഴപ്പമില്ല, നീ എടുത്ത് നടത്തിക്കും. വളരെ സന്തോഷത്തെ തന്നെ വണ്ടി എനിക്ക് തന്നു. അപ്പം വണ്ടി തന്നു ഞാൻ പറഞ്ഞു വണ്ടി മാത്രം പോരാ, ഡ്രൈവറോട് ഒപ്പിച്ചേർന്നത്. കാര്യം എനിക്കിവിടെ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ ലൈസൻസ് ഇല്ല. അതെ. അപ്പോൾ ഡ്രൈവറെ ഇവിടെ വേണമെന്നത് അദ്ദേഹം ഡ്രൈവറെ ഒപ്പിച്ച് തന്നു. ഞാനും എൻ്റെ ബ്രദറുമായിട്ട് ആലോചിച്ച് പിറ്റേ ആഴ്ച തൊട്ട് കച്ചവടം ചെയ്യാനുള്ള എല്ലാ പരിപാടിയും. കച്ചവടം ചെയ്യാൻ എന്തോ കച്ചവടം ചെയ്യാൻ ഇവിടുന്ന് ഫ്രൂട്ട്സും വെജിറ്റബിളും റൂട്ടിലേക്ക് കയറ്റി അവിടെ കച്ചവടം ചെയ്യണം. അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് റൂട്ട് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഈ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവറെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ രാജൻ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചത് ഞാൻ 10-20 വർഷം എക്സ്പീരിയൻസ്, എനിക്ക് എല്ലാ റൂട്ടും അറിയാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ സാധനം ഞാൻ ലോഡ് ചെയ്ത് വണ്ടി വെക്കാം, കട അറിയാവുന്ന റൂട്ടിൽ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ കച്ചവടം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റുന്നത്. അപ്പൊ ഈ പച്ചക്കറി വാങ്ങാനുള്ള പണം അത് എൻ്റെ സഹോദരനുണ്ട്. അപ്പൊ അന്ന് പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് പൈസ വേണ്ട, നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക്. അപ്പൊ അവരുടെ വണ്ടി സാധനം കയറിക്കൊണ്ട് വിറ്റിട്ട് കാശ് കൊടുത്താൽ മതി. അപ്പൊ ഈ ഡെലിവറി വാനിൽ താങ്കൾ രാജന്റെ കൂടെ പോവാണ്? രാജനുമായിട്ട് പോവാ. ഭാഷയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, എങ്ങോട്ടേ പോകണമെന്ന് പോലും അറിയില്ല, ഒരു പിടിയില്ല. രാജന് വണ്ടി വിട്ട് പോയി. അപ്പൊ ഞാൻ രാജനോട് പറഞ്ഞേ എനിക്ക് കടകൾ അറിയത്തില്ല, സ്ഥലം അറിയില്ല, നീ കടകളുള്ളിടത്ത് കൊണ്ടുവന്ന് നിർത്തിക്കുക, കച്ചവടം ഞാൻ ചെയ്തോളാം. അപ്പൊ അതുവഴി പോയി ഇസ്കി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ കടകളുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമ്മൾ ഹിന്ദി, ബംഗാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ കടയ്ക്കും കച്ചവടം ചെയ്തു. പക്ഷെ നമുക്ക് ഭാഷ അറിയില്ലെങ്കിൽ ആംഗ്യ ഭാഷ അറിയാം. ഭാഷ ഒരു വിഷയമല്ല എന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ ഏത് ഭാഷയെ പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കുന്നുണ്ട്, സാധനം കച്ചവടം ചെയ്തു. അങ്ങനെ തുടർന്ന് പോയി തിരിച്ചു വന്നപ്പോഴേക്കും കച്ചവടം നടന്നു. എല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം സാധനങ്ങൾ തീർന്നു, കച്ചവടം ചെയ്ത് ലാഭം കൈ കിട്ടി. അന്നത്തെ കച്ചവടത്തിന് ലാഭം നമുക്ക് സാധനം തന്ന ആൾക്ക് പണം തിരിച്ചു കൊടുക്കാനും പറ്റി, വണ്ടിയുടെ വാടക കൊടുക്കാൻ പറ്റി, ഡ്രൈവർക്കുള്ളത് മാറ്റി വെച്ചു, ബാക്കി ലാഭമുണ്ട്. ലാഭമുണ്ട്. അപ്പൊ വേറെ കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് വന്ന് വെറുതെ കയറി അങ്ങോട്ട് കച്ചവടമൊക്കെ ചെയ്യുക, ഇതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ അങ്ങനെ ചെയ്യുന്നതിന്, സത്യസന്ധമായിട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ബിസിനസ്സിൽ
സത്യസന്ധത നിലനിർത്തി ചെയ്താൽ ഒരിടത്തും ഒരു കുഴപ്പം വരും, പ്രശ്നമില്ല. അപ്പൊ അത് തുടർന്നു തുടർന്നു അത് തുടർന്ന് ഡെയിലി ആക്കി. ഡെയിലി വണ്ടി പോകുന്ന ആഴ്ച 6 ദിവസം വണ്ടി പോകും. ഈ 6 ദിവസം വണ്ടി ഓടിയിട്ട് ലീവ് ഒരു ദിവസമുണ്ട്, ഞായറാഴ്ച ദിവസം. അപ്പം ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം വന്ന് 2 മണിക്കൂർ ഉറങ്ങാമല്ലോ. അപ്പൊ ഇത് എത്ര മണിക്ക് വെളുപ്പിന് പോകും? വെളുപ്പിന് എല്ലാ ദിവസവും വൈകിട്ട് സാധനങ്ങളൊക്കെ രാത്രി ലോഡ് ചെയ്ത് രാത്രി 12 മണി 1 മണിയാവും ലോഡ് ചെയ്ത് വെച്ചിട്ട് റൂമിൽ പോകാൻ. റൂമിലേക്ക് പോയൊന്ന് ഫ്രഷായി 2 മണിക്കൂർ ഉറങ്ങും, വീണ്ടും വണ്ടി കയറിയിട്ട് നേരെ റൂട്ടിലേക്ക് പോകും. കാലത്ത് എത്തിക്കണമല്ലോ അവിടെ. അതെ, 7 മണി കട തുറക്കുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം എത്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പം അതിലേക്ക് ഞങ്ങളിത് അങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ്, ഇതിനകത്തൊരു ആത്മാർത്ഥയിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ആൾക്കാരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവർക്കറിയാം റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സർവീസ് കൊടുക്കുകയാണ്. കച്ചവടം ഒരു ഭാഗമാണ്. കച്ചവടത്തിന്റെ കൂടെ ഈ കച്ചവടത്തിൽ അവർക്കൊരു സർവീസാണ് അവർ ചെയ്യേണ്ട കാര്യം. അവർക്ക് ഇവിടെ വരണ്ട, അവരുടെ മുമ്പിൽ നമ്മൾ രാവിലെ അവർക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരുടെ കസ്റ്റമർ വരുമ്പോൾ സാധനം ഫ്രഷ് ആയിട്ട് അവിടെ ഉണ്ടാവണം. അവിടെ ഉണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. വലിയ സർവീസ്. അപ്പൊ കച്ചവടത്തിൽ ലാഭമുണ്ട്, പക്ഷെ അവർക്ക് അതിലുപരി നമ്മൾ കൊടുക്കുന്ന സർവീസ് അത് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നിലനിർത്തുന്ന ഒരു കാര്യമാണ്. കസ്റ്റമർക്ക് വിശ്വസിച്ച സാധനം കറക്റ്റ് സമയത്ത് കൊടുക്കുക എന്നുള്ളത്. കറക്റ്റ് സമയത്ത് കൊടുക്കുക. അപ്പൊ അത് വളർന്നു. പിന്നെ അടുത്ത പടി എന്തായിരുന്നു? ഒരു വാഹനമായി. ഒരു വാഹനം, രണ്ടാമതൊരു വാഹനം വാടകയ്ക്ക് എടുത്തു. വേറൊരാളിനെ കൂടി വണ്ടിക്കകത്ത് വിട്ടു. വേറൊരു റൂട്ട് കൂടി തുടങ്ങി. ഇത് കഴിഞ്ഞ് മൂന്നാമത് പിന്നെ വേറൊരു വണ്ടി എടുത്തു. പിന്നെ എൻ്റെ ഇളയ സഹോദരൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അദ്ദേഹത്തിനൊരു വണ്ടി കൊടുത്തു. അദ്ദേഹത്തിന് കച്ചവടത്തിന് വിട്ടു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ ഈ ദുബൈയിൽ നിന്ന് ഡയറക്റ്റ് സാധനം വേറെ ആൾക്കാരാണ് കൊണ്ടുവരുന്നത്. ഇത് ദുബായിൽ നിന്നാണ് ഈ പച്ചക്കറിയൊക്കെ വരുന്നത്. അപ്പോൾ കുറെ സാധനങ്ങൾ ദുബൈയിൽ നിന്ന് കൊണ്ടുവരും, കുറച്ച് ഒമാന്റെ സാധനങ്ങളുണ്ട്. അന്ന് പർച്ചേസ് ചെയ്യാണ്. അത് പർച്ചേസ് ചെയ്യും ഹോൾസെയിൽ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒമാന്റെ ഫാമിൽ പോയി ഡയറക്റ്റ് സാധനം എടുത്തിട്ട് വരും. എടുത്തുകൊണ്ട് വന്നിട്ട് മാർക്കറ്റിൽ കൊടുക്കും. ഇത് കഴിഞ്ഞ് റൂട്ടിലും കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഇത്രയും അടുത്ത ലെവലായി നമ്മൾ. അടുത്ത റൂട്ട് മാത്രമല്ല ഹോൾസെയിലിൽ വരെ കൊടുക്കുന്ന ലെവലല്ല. അന്നേരം നമുക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഒരു 2 ജോലിക്കാരെ നിർത്തി ജോലി ചെയ്യിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക്. ആദ്യം ഒരു ഡ്രൈവറായിരുന്നു, പിന്നീട് വേറെ ഒരു ഡ്രൈവറെയും ഒരു സെയിൽസ്മാനെയൊക്കെ വെക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ്. പിന്നെ നമ്മൾ മൂത്ത ബ്രദർ വേറൊരു ജോലി അല്ല, വേറൊരു പാർട്ണർഷിപ്പ് ബിസിനസ് മറ്റൊരു ടീമുമായിട്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹം കൂടി നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അപ്പൊ 3 ബ്രദേഴ്സായി ഇവിടെ. അല്ല, ആദ്യം ഞങ്ങൾ 2 പേരുടെ തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ ആളിനെ കൊണ്ടുവന്നു. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾ 3 പേരും അപ്പൊ പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സും ഉണ്ട്. ഫ്രൂട്ട്സും അന്ന് ആദ്യം ഉണ്ട്. ഫ്രൂട്ട്സ് ആദ്യം തൊട്ട് തന്നെ. അപ്പൊ ഇത് പല റൂട്ടുകളിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പല റൂട്ടുകളിലേക്ക് പോകും. സീബ് മാർക്കറ്റിലും കൊടുക്കും. ഏകദേശം 97 വരെ അത് തുറന്നുകൊണ്ടിരുന്നു. 97-ലാണ് ഈ സെൻട്രൽ മാർക്കറ്റ് മവാല എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. ഞങ്ങൾ ദുബൈയിലൊക്കെ പോകുമ്പോൾ ഈ ജോർദാൻ, ഫലസ്തീൻ, മറ്റ് സിറിയ, ലെബനോൻ എന്നൊക്കെ വരുന്ന വലിയ ആൾക്കാരാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. സീബ് മാർക്കറ്റിലെ എല്ലാ ആൾക്കാരും ആ കച്ചവടം നിർത്തുകയാണ്. അവിടെ അതിലൊരു ഇനി വലിയ ആൾക്കാരും നമ്മൾ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയും, എൻ്റെ ഇക്ക എന്നോട് ചോദിച്ചു, നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ് നമ്മൾ ഏതായാലും സീബിലാണല്ലോ, നമുക്കങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ എന്തുകൊണ്ട് കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ 1-2 ആൾക്കാർ ചോദിച്ചു, ഇത് പോയാൽ എന്ത് പറ്റുമോ? നമ്മളിന്നുകൊണ്ട് പാസ്പോർട്ട് കൊണ്ടല്ലേ വന്നേക്കുന്നത്, ഇറങ്ങി അങ്ങോട്ട് കളിക്കാന്നല്ലേ ഉള്ളൂ. ആ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയി. ആദ്യം ചെയ്യുന്നത് ഏകദേശം ഒരു 2 മീറ്റർ സ്പേസേ നമുക്ക് കച്ചവടം ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളവർ ചെയ്യുന്നതിൻ്റെ കൊണ്ട് 2 മീറ്റർ സ്പേസിൽ ആദ്യ ദിവസം കച്ചവടം ചെയ്തു. അങ്ങനെ അത് ഓരോ ദിവസവും ഞങ്ങൾ സ്പേസ് കൂട്ടി 2 വണ്ടി നിർത്താനുള്ള സ്പേസ് നമുക്ക് കിട്ടി. അത് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഇത് മാറ്റണമെന്ന് പറഞ്ഞു. കാര്യം എന്താ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാകിസ്ഥാനി ആയിരുന്നു കച്ചവടം, എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പാകിസ്ഥാനി ആയിരുന്നു കച്ചവടം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന പാകിസ്ഥാനി ഇവിടുത്തെ വലിയ ഒരാളാണ്. അദ്ദേഹം അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരെ കണ്ടിട്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റണം. കാര്യം നമ്മളവിടെ ചെന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കച്ചവടം കുറയുന്നു, നമ്മുടെ കച്ചവടം കൂടുന്നു. അദ്ദേഹം കാണുന്നുണ്ട്. അപ്പം നമ്മളെ എവിടുന്നെങ്കിലും മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളി.
അപ്പം ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് നമ്മുടെ അടുത്ത് അത് പറഞ്ഞു, നമ്മൾ മാറ്റത്തില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നമ്മുടെ സ്പോൺസർ വന്ന് കാര്യങ്ങൾ സംസാരിച്ചു, മാറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടു. പിന്നെ തൊട്ട് നമ്മൾ തന്നെയാണ് അവിടുത്തെ സ്ഥിരം. അങ്ങനെ ആ ഏരിയ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കുറേ അധികം ഷോപ്പുകൾ നമ്മൾ തുറന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിൽ ആ വളർച്ച ഇന്ന് വളർന്ന് മാർക്കറ്റിൽ എത്ര വണ്ടികളുണ്ട്? ഇപ്പം 300ഓളം വാഹനങ്ങൾ, നമ്മുടെ 300ഓളം വാഹനങ്ങൾ, ട്രക്കുകളെല്ലാം. എത്ര ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്? ഏകദേശം നിങ്ങൾക്ക് ഒമാനിലെ 8 ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ട്. 8 ഒമാനിലെ എല്ലാ ഏരിയയിലും. നമ്മൾ എത്ര രാജ്യങ്ങളിൽ നിന്ന് ഈ പച്ചക്കറി ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? 60ഓളം രാജ്യത്ത്. 60 രാജ്യങ്ങളിൽ നിന്ന് ബൈ എയറും ബൈ സീയും. നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? 1500 പേർ. താങ്കൾ 10ാം ക്ലാസ് തൊട്ട് നാട് വിട്ട് ഇവിടെ വന്ന് 1500 കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുകയാണ്. 1500 കുടുംബം ആ പ്ലസ് അവരുടെ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു 4 പേര് ആവറേജ് എടുത്താൽ പോലും നമ്മളൊന്ന് ആലോചിക്കണം. അതായത് എത്രായിരം പേർക്കാണ് നമ്മൾ അന്നം കൊടുക്കുന്നത് അല്ലേ? അവിടെ നിന്ന് ആ വളർച്ച വലുതാണ്. ഇന്ന് നമ്മുടെ ഒരു വിറ്റുവരവ് എത്രയുണ്ടാവും? ഏകദേശം ഒരു 50 മില്യൺ ഒമാനി റിയാൽ, ഏകദേശം 1750ഓളം കോടി രൂപ ടേൺ ഓവർ നമുക്കുണ്ട്. ആ വളർച്ച വലിയ വളർച്ച തന്നെയാണ് അല്ലേ? 3 സഹോദരങ്ങൾ നിങ്ങൾ ബിസിനസ്സിലുണ്ട്. ഞങ്ങളുടെ 3 സഹോദരങ്ങൾ, ഞങ്ങളുടെ ഐക്യം, ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ബ്രദേഴ്സ്, അതായത് ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. 1500 സഹോദരങ്ങളാണ്. അങ്ങനെ തന്നെയാണ്. ഇതിൽ ഈ സ്ഥാപനത്തിന് ഇന്ന് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. ഒമാനിൽ എവിടെ ചെന്നാലും ആ പേര് കേൾക്കാം. സുഹൂൽ അൽ ഫൈഹ. ഉച്ചത്തിൽ തന്നെ പറയണം സർ. സുഹൂൽ അൽ ഫൈഹ. ആ പേര് എവിടെ ചെന്നാലും ബോർഡ് കാണാം. എവിടെ ചെന്നാലും. എത്ര ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ സാധനം ഉണ്ടാവും? ഏകദേശം ഒമാൻ്റെ ഏകദേശം 1000-ത്തിലധികം ഷോപ്പുകളിൽ നമ്മുടെ മാർക്കറ്റ് ലീഡറാണ് നമ്മൾ. മാർക്കറ്റ് ലീഡറാണ്. അത് എവിടെ ചെന്നാലും നമ്മൾ അറിയാത്ത ഒരാളുണ്ടാവില്ല. ഈ റോഡിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ ഒരു വാഹനം കാണാത്ത ഒരു ഒമാനിൽ ഒരു പൗരനുണ്ടാവില്ല, ഒരു പ്രവാസി ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളതാണ് സത്യം അല്ലേ? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വളർച്ച ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം. ഒമാനിലും യു എയിലും ഇപ്പൊ സൗദിയിലും സ്റ്റാർട്ട് ചെയ്തു. 3 സ്ഥലത്തും നമ്മുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നു. എത്ര രാജ്യങ്ങളിലേക്ക്? ഏകദേശം ഇപ്പം 3 രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹബ്ബാണത്. ഇതൊരു ഒമാനാണ് നമ്മുടെ ബേസ്. താങ്കൾ വളരെ ചെറിയ രീതിയിൽ നാട്ടിൽ സ്ക്രാപ്പ് കച്ചവടം ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലെ? അവിടെ നിന്ന് വന്ന് വളരെ ആകസ്മികമായിട്ട് 2 പേരുടെ തല്ലിനിടയിൽ കയറി ഒരു വാഹനം കിട്ടിയ ആളാണ് ഇന്നിവിടെ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഒമാനിൽ പല ആൾക്കാരും വന്ന് വിജയിച്ചവരുണ്ട്, പരാജയപ്പെട്ടു. സാമ്രാജ്യം പടുത്തുയർത്ത ഇത്തരം ഒരു വലിയ കഥ പറയാൻ വളരെ അപൂർവം പേർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒമാനിൽ നിന്നല്ല, GCC തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള പല ചെറുപ്പക്കാരുണ്ട്. ഇതുപോലൊരു രാജ്യത്ത് വന്നൊരു ബിസിനസ് ഇതുപോലെ വളർത്തി വിജയിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, അത് സത്യസന്ധത നിലനിർത്തണം, കഠിനാധ്വാനം വേണം. പിന്നെ ഇന്നത്തെ തലമുറ ആകുമ്പോൾ അതിന് കുറച്ച് സ്മാർട്ട് വർക്ക് കൂടെ അതിനകത്ത് ഉൾക്കൊള്ളും. ടെക്നോളജിയില്ല ഇപ്പം അതിലേക്ക് മാറും. നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഞങ്ങളുടെയൊക്കെ ആ ഒരു 10-35 വർഷത്തെ മുമ്പുള്ള ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. ഇപ്പം അത് സ്മാർട്ട് വർക്കിലേക്ക് മാറി. അപ്പം ആ ചേഞ്ച് ഞാനും എൻ്റെ സഹോദരങ്ങളും അതോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അതായത് ഞങ്ങളുടെ സ്റ്റാഫുകൾ, അവരെല്ലാവരും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ആ മാറ്റങ്ങൾ കൂടിയാണ് എല്ലാ കാലഘട്ടത്തിലും എന്താണോ ചേഞ്ചായി വരുന്നത് അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ്. ആ ഉൾക്കൊള്ളുമ്പോഴാണ് പുതിയ യുഗത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നത്. അത് ഞങ്ങളുടെ കുട്ടികളുടെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരത് 100% അക്സെപ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കാറുണ്ട്. നിങ്ങൾ 3 പേര് ബ്രദേഴ്സ് ഉണ്ട്. അടുത്ത തലമുറ ബിസിനസ്സിലേക്ക് വന്നോ? അടുത്ത ഞങ്ങളുടെ 3 പേർക്കും, എൻ്റെ മൂത്ത ജ്യേഷ്ഠന് ജബ്ബാർക്കയ്ക്ക് 4 കുട്ടികൾ, 3 ആണും 1 പെണ്ണും. എനിക്ക് 2 ആണും 1 പെണ്ണും. എൻ്റെ അനുജന് 1 ആണ് 2 പെണ്ണും. മൊത്തം 10 മക്കളുണ്ട്. 6 ആൺകുട്ടികളുണ്ട്, 4 പെൺകുട്ടികളുണ്ട്. അതിൽ എല്ലാവരും ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. 10 പേരും 10 പെൺകുട്ടികൾ അടക്കം. അപ്പോൾ ഒരു ചോദ്യം വരും പ്രേക്ഷകരുടെ മനസ്സിൽ. സാധാരണ ഇത്തരം വലിയ ഗ്രൂപ്പുകൾ മക്കളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുപോലൊരു നല്ല കസേരയിട്ട് ഡയറക്ടറായിട്ട് ഇരുത്തി സ്വർണ്ണക്കരണ്ടി കൊടുക്കും, അങ്ങനെ ഒരു ശൈലിയാണോ നിങ്ങളുടെ? ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അധ്വാനിച്ചിട്ടാവുന്നത്. അപ്പം ഞങ്ങളുടെ മക്കൾക്കും കൊടുത്ത ട്രെയിനിങ്,
ബോട്ടം ലെവലിൽ നിന്ന് തന്നെയാണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മാർക്കറ്റിൽ നിന്ന് ലോഡിങ് അവർ തുടങ്ങി. അവിടെ നിന്നാണ് തുടങ്ങിയത്. അവർ ലോഡിങ് ചെയ്ത് പഠിച്ച് കച്ചവടം ചെയ്ത് വന്നവരാ. ഞങ്ങളുടെ കൂടെ നിന്ന്, ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ സ്റ്റാഫിന്റെ കൂടെ നിന്ന് വാൻസെയിലും റൂട്ടിൽ ലോഡിങ്ങും എല്ലാം ചെയ്ത് അവരിന്ന് പഠിച്ചു വന്നവരാ. അതിലെ ആ പുറംവാതിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ വരണം. അത് പണി പഠിച്ച് ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അവരോട് താല്പര്യം. അത് കാര്യം എന്താ, അവരോടൊപ്പം വളർന്നു വന്നവരാണ്. അതുകൊണ്ട് സ്റ്റാഫിന് അത് ഉൾക്കൊള്ളാൻ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒരു മടിയില്ല. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവരോടൊപ്പം നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എല്ലാം ഉൾക്കൊള്ളുന്നത്. പുതിയ, ഞാൻ പറഞ്ഞില്ലേ, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാർ. മാറ്റങ്ങൾ വേണമെന്ന് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അവരെക്കാൾ മുമ്പേ ഞങ്ങളത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അതിലേക്ക് അവരും വരികയാണ്. അപ്പോൾ ഇതൊരു മാലയിലെ മുത്തുമണികളെ പോലെ ഇങ്ങനെ നിന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം. ഇതൊരു പാഷനാണ്. വളരെ സന്തോഷത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും. താങ്കളുടെ ഗ്രൂപ്പ് ഇപ്പോൾ അറിയപ്പെടുന്ന കെവി ഗ്രൂപ്പ് അല്ലേ? വളരെ പ്രശസ്തമാണ് കെവി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഒമാനിൽ അല്ലേ? ഈ കെവി ഗ്രൂപ്പ് താങ്കൾ തുടക്കകാലത്ത് എനിക്ക് മനസ്സിലായത് 22 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അവർ വർക്ക് ലൈഫ് ബാലൻസിന്റെ കാലമൊക്കെ പറയുന്ന കാലമാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും എത്ര മണിക്കൂർ താങ്കൾ വർക്ക് ചെയ്യും? ഇപ്പോഴും ആ സമയം കുറഞ്ഞിട്ടില്ല എന്നല്ല. ഞാനത് നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, എൻ്റെ 22 മണിക്കൂർ വർക്ക് ചെയ്തപ്പോഴേ എൻ്റെ ഒരു ഫാമിലി പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, ഇത്രയും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആയിരുന്നു ചോദിച്ചു. ഇത്രയും കഷ്ടപ്പെടണോ? ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് അതിന് ആരോഗ്യമുണ്ടല്ലോ, അത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് വേണേൽ റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ ഇപ്പോഴും അതിൽ കൂടുതൽ 24 മണിക്കൂർ നമ്മുടെ ചിന്ത ഇത് തന്നെയാണ്. അതെ. നമ്മൾ കല്യാണത്തിന് പോയാലും, പക്ഷെ വേറൊരു കാര്യം, അന്ന് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അത് ചെയ്തത്. പക്ഷെ ഇപ്പം നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് 1500 കുടുംബമാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. അതാണ് താങ്കളെ നിലനിർത്തുക എന്നുള്ളതാണ്. തുടക്കത്തിൽ നമുക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് 1500 കുടുംബം നിലനിൽക്കണം. അതെ, അവരെ നിലനിർത്തണം. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ പങ്കാളികളാകേണ്ടതുണ്ട്. അപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് ഈ കമ്പനി നിലനിന്നേ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും. അത് കൊറോണ നമുക്കൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. കെവി ഗ്രൂപ്പിന് എങ്ങനെയായിരുന്നു? കെവി ഗ്രൂപ്പ് അന്നും കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കൊറോണയുടെ സമയത്ത് എല്ലാവരും പേടിച്ച് പലപ്പോഴും മാറി നിന്ന സമയത്തും ഞങ്ങളുടെ ബിസിനസ് അങ്ങനെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി. അത് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റാഫുകൾ പലർക്കും കൊറോണ ആയിട്ട് 100-100-ലധികം ആൾക്കാർ ഒരേ ടൈം, പലപ്പോഴും പല ആൾക്കാർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റ് ബ്ലോക്കാണ്. ഇവിടെ ഉള്ള ആൾക്കാർ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവർ കൊറോണയായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു 3 സ്റ്റാർ ഹോട്ടൽ എടുത്തിട്ട് എല്ലാവരെയും അതിലേക്ക് അങ്ങ് അക്കോമഡേറ്റ് ചെയ്ത് ക്വാറന്റൈൻ ആക്കി. ഞങ്ങൾ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അവർക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം, ഡോക്ടറേയും മെഡിസിനും എല്ലാം അവിടെ എത്തിച്ചു കൊടുത്ത് അവർ പരിചയിച്ചു. ആ കൂട്ടത്തിൽ അവരെ കൊണ്ട് വർക്കും ചെയ്യിച്ചു. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം കൊടുത്തിട്ട് അവരെ കൊണ്ട് അവർ ബാക്കെൻഡിൽ അവർ സുഖസുന്ദരമായിട്ട് അവർ വർക്ക് ചെയ്തു. അവർ എൻജോയ് ചെയ്തു. പച്ചക്കറി റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് എവിടെ വേണ്ട ഡെലിവറി അതില്ലാതെ പറ്റില്ലല്ലോ. അല്ല, എല്ലായിടും ഇവിടെ എല്ലാ വണ്ടിയും ബ്ലോക്ക് ചെയ്യുമ്പോഴും ഫുഡിന്റെ നമ്മുടെ വണ്ടികൾക്ക് എവിടെയും റെസ്ട്രിക്ഷൻ ഇല്ല. എല്ലായിടും പോകാം. നമുക്കന്ന് കൊറോണയായിട്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. എല്ലായിടും കൊണ്ടുവന്ന് ഇത് ആവശ്യമാണല്ലോ. എല്ലായിടും നമ്മൾ എത്തിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് അന്നത്തെ കച്ചവടം എന്ന് വെച്ചാൽ ലാഭം നഷ്ടം നോക്കിയിട്ടല്ല, സാധനങ്ങൾ എല്ലായിടും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിസിനസ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പെരിഷ്യബിളാണ്, ഏറ്റവും പെരിഷ്യബിളാണ്. അല്ല, ദൈവം ഞങ്ങൾക്ക് തന്ന നിയോഗമാണ് ഫുഡ്, അല്ലെങ്കിൽ ഈ ഭക്ഷണം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. 10-60 രാജ്യത്തു നിന്ന് സാധനങ്ങൾ എത്തിച്ച് അത് എല്ലാ മനുഷ്യരും കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു. അത് വളരെ ക്വാളിറ്റിയിൽ ചെയ്യാൻ കഴിയുന്നു. ഞങ്ങൾ ചെയ്യുന്നത് അന്ന് തൊട്ടേ അന്നും ഇന്നും ഇത് നിലനിൽക്കുന്നത് നമ്മളത് ക്വാളിറ്റിയിൽ ചെയ്യുന്നു എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെല്ലാം ആ ക്വാളിറ്റി നിലനിർത്തിയാൽ നമ്മൾ ഏറ്റവും പുണ്യമായ പ്രവൃത്തിയാണല്ലേ. മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ വായുവും ഭക്ഷണവും വെള്ളമൊക്കെയാണ്. കഥയുണ്ട്. കാര്യം ഞങ്ങൾ 2010 ഒരു തീരുമാനമെടുത്തു.
ഫാം ടു ഫോർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ഈ ഫുഡ് ടു വെജിറ്റബിൾ പ്രത്യേകിച്ചും പലയിടത്തും പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഈ കെമിക്കൽ അടിക്കുന്നത്, കെമിക്കലൊക്കെ ഒരുപാടുണ്ടെന്ന് പറയാം. പക്ഷേ 100% അതൊന്നും ശരിയല്ല. കെമിക്കലുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായിരുന്നത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നവരുടെ കയ്യിലെത്തിക്കണം. ഫാം ടു ഫോർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫാമുകളുണ്ട്. എവിടെയൊക്കെയാണ്? ബാത്തിന റീജിയനിലുണ്ട്, ഷെർക്കിയ റീജിയനിലുണ്ട്, പച്ചക്കറികളും 6ഓളം ഫ്രൂട്ട്സുകളുണ്ട്. എല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഒമാനിൽ ഉണ്ടാവുന്ന, ഒമാനിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾ മേജറായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ്? മേജറായിട്ടുള്ളത് ഇപ്പം കുക്കുംബർ, ടൊമാറ്റോ, ലെറ്റ്യൂസ്, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ ഐറ്റംസും. ഏറ്റവും നല്ല ഓർഗാനിക് ഏറ്റവും നല്ലത് ഓർഗാനിക് എന്ന് വെച്ചാൽ 100% ഓർഗാനിക് പറ്റില്ല. 100% പോയാൽ നമ്മൾ പരാജയപ്പെടും. എന്നാൽ 80% ഓർഗാനിക് ആയിട്ട് ചെയ്യണം. അതായത് നമുക്ക് നമ്മൾ തന്നെ ഇതിന്റെ ഫെർട്ടിലൈസർ എല്ലാം കമ്പോസ് ചെയ്ത് വളം ഉണ്ടാക്കി നമ്മൾ തന്നെ കൃഷി ചെയ്യും. നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നമ്മൾ വീട്ടിൽ കഴിക്കുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആ ഗ്യാരണ്ടി തന്നെ. അതൊക്കെ അതുപോലെ തന്നെ ചോദിച്ചോട്ടെ, തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ? പരാജയങ്ങളുണ്ട്. ആ പരാജയം എന്ന് പറയുന്ന പരാജയത്തിൽ നിന്നെല്ലാം നമുക്ക് പരാജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലപ്പോഴും നഷ്ടങ്ങൾ പലതും ഉണ്ട്. സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് പരാജയമായിട്ട് തോന്നില്ല. എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തോന്നില്ല. എനിക്ക് പഠിക്കാൻ കുറേ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ വെച്ച് തന്നെ. ഇവിടെ അങ്ങനെ വലിയ തിരിച്ചടികളൊന്നും നാട്ടിൽ തന്നെയാണ് കൂടുതലാണ്. അപ്പം അതെല്ലാം അതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ച് പണം മുടക്കി പഠിച്ചു എന്ന് പറയുന്നത്. പണം മുടക്കി പഠിച്ചിട്ട് അങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്. എനിക്ക് മറ്റുള്ള സംരംഭകരല്ല എന്റെ പണം പോയി എന്ന് കരഞ്ഞുകൊണ്ട് എവിടെ പോകാനാ ഇത്? നമ്മൾ അധ്വാനിച്ച മുതലാണ് എവിടെയും പോയില്ല. ഇന്നലെ നാളെ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടും. അത് സത്യസന്ധമായിട്ടുള്ള മുതൽ അങ്ങനെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, താങ്കൾ ഇവിടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി, നാടിനെ മറന്നോ? നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നാട്ടിലുണ്ട്. നാട്ടിൽ കുറേയധികം പ്രോജക്റ്റ് പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്കൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണത്? AAA കൊമേഴ്സ് അക്കാഡമി. AAA അത് താങ്കളുടെ സ്ഥാപനമാണ്. അതെ. വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ താങ്കൾ 10ാം ക്ലാസ്സാണ്. പക്ഷെ താങ്കൾ അറിവിൽ ഏതൊരു ഉന്നത വിദ്യാഭ്യാസം നേടിയേക്കാളും അറിവുണ്ട്. പക്ഷെ താങ്കൾ ആ മേഖലയാണ് കൈവച്ചത്. AAA എന്ന് പറയുന്നത് CA, ICWA കോഴ്സ് അല്ലേ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അത് താങ്കളുടെയാണ്. താങ്കളാണ് എൻ്റെ ചെയർമാൻ. ശരി. അപ്പോൾ അവിടെ നാട്ടില് റൺ ചെയ്യാൻ എൻ്റെ ടീമുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് മാനേജിംഗ് ഡയറക്ടർ ദീപക്, അവരാണ് അവരൊരു ടീം തന്നെയുണ്ട്. അപ്പോൾ താങ്കൾ അത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? നല്ലതുപോലെ വർക്ക് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ വർഷങ്ങളായി ഒമാനിൽ വരാറുള്ള ഒരു വ്യക്തിയാണ്. വന്ന കാലം തൊട്ട് തന്നെ എനിക്ക് താങ്കളുടെ ബ്രാൻഡ് അറിയാം. മാത്രമല്ല വേറൊരു ബന്ധം നമുക്കുണ്ട്. ഓൺലൈൻ അന്ന് വെബിനാറിന്റെ കാലത്ത് താങ്കളുടെ കോർ ടീമിന് ഞാൻ കുറച്ച് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ഓൺലൈനിൽ പരിചയപ്പെടുന്നത്. ഇപ്പോഴാണ് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായത്. അവിടെ CFO അടക്കം നിങ്ങളെ പല ആൾക്കാരെ എനിക്കറിയാം. ഒമാനിൽ ഇത്രയും വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ്? വിജയത്തിന്റെ പിന്നിൽ ഞങ്ങളുടെ ഐക്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബ്രദേഴ്സ്, ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ മക്കളോട് ഒന്നിച്ചുള്ള, പിന്നെ ഈ ദൈവനിശ്ചയം, അതോടൊപ്പം കഠിനാധ്വാനം. ഇതിലെല്ലാം ഉപരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ സഹോദരങ്ങൾ. കാര്യം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അതൊരു വലിയൊരു ആത്മബന്ധമാണ്. പലരും ഞങ്ങളോടൊപ്പം 10-30 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ചില ആൾക്കാർക്ക് ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരും ആ ബന്ധം അവരോടും നമ്മൾ ഇന്നും കീപ്പ് ചെയ്യുന്നവരാണ്. അവർ ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾ കൊറോണ കാലത്ത് അന്ന് നമ്മൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അതായത് മറ്റുള്ള കമ്പനികൾ സാലറി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താലായി. അക്കാലത്ത് താങ്കളൊരു കാര്യം ചെയ്തു. എന്തായിരുന്നു അത്? കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ ഫിനാൻസിൻ്റെ അഡ്വൈസ് നമ്മളോട് പറഞ്ഞു 30% സാലറി കട്ട് ചെയ്യണം. അത് 1500 വരെ 30% സാലറി കട്ട് ചെയ്യുമ്പോൾ അവർ ഫിനാൻസ് വർക്കൗട്ട് ചെയ്തിട്ട് എന്നാലേ നമുക്ക് ഇപ്പോഴത്തെ ബിസിനസ് വെച്ചിട്ട് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളന്ന് അവരോട് പറഞ്ഞത് സ്റ്റാഫിനെ കുറയ്ക്കാനും പറ്റില്ല, സ്റ്റാഫിൻ്റെ സാലറി കട്ട് ചെയ്യാനും പറ്റില്ല. കുറച്ചൊരു തീരുമാനം അതെന്നാണ് അവർ നമുക്ക്. ഇന്ന് ചിലപ്പോൾ അത് കുറവുണ്ടാകാം, നാളെ അവർ തന്നെ നിർത്തും.
അത് നമ്മുടെ തീരുമാനം വളരെ ശരിയായിരുന്നു. ശരിയായിരുന്നു. ഒരിക്കലും നമുക്കെതിരെ തിരിഞ്ഞു നിന്നിട്ടില്ല. നമ്മുടെ സ്റ്റാഫ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് നാളെ ഇൻകോ ആയിട്ട് വരുക. ഇന്ന് ഈ KB ഗ്രൂപ്പ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് അവരുടെ വിയർപ്പിന്റെ, അവരുടെ സ്നേഹത്തിന്റെ 100% അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നമുക്ക് നമ്മുടേതായ ഒരു കസ്റ്റമർ പാറ്റേൺ ഉണ്ട്. സുഹൂലിൻ്റെ സാധനങ്ങൾ സുഹൂൽ അൽഫയുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന നല്ലൊരു കസ്റ്റമറാണ്. കാര്യം അവർക്ക് വിശ്വാസമുണ്ട്. കാര്യം നമ്മൾ ആ ക്വാളിറ്റിയിലൊക്കെ ചെയ്യും. എല്ലാ രാജ്യത്തും സാധനം ഇറക്കും. പിന്നെ ഇത് 100% നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് പെരിഷബിളാണല്ലോ. പല ടെക്നിക്കും ഇതിനകത്തുണ്ട്. ഇത് ഫ്രീ കൂൾ ചെയ്ത് വരണം, ഇതേപോലെ കോൾഡ് സ്റ്റോറിൽ വെക്കണം, ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം. പക്ഷെ എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇത് നല്ല വൃത്തിയായിട്ടും ക്വാളിറ്റിയിലും കൊടുക്കണം. നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. അതങ്ങനെ ചെറിയ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം, അത് അതിൻ്റെ ഭാഗമാണ്. അത് നോക്കി തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ നോട്ടം അതിലുണ്ട്. അത് ഞങ്ങളുടെ സ്റ്റാഫുകളായാലും ഞങ്ങളുടെ കുട്ടികളായാലും എല്ലാവരും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വലിയ സാമ്രാജ്യം തന്നെ. 1500 തൊഴിലാളികൾ നമുക്കുണ്ട്, സ്റ്റാഫുണ്ട്. 1580 കോടി വിറ്റുവരവുണ്ട്. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സ്ഥാപനങ്ങൾ പലയിടത്തായിട്ട് വികസിപ്പിക്കുക, അതിന് കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയുക, അത് തന്നെ വലിയൊരു ഭാഗം. അതിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ട സംവിധാനങ്ങൾ പലയിടവും അറേഞ്ച് ചെയ്യുന്നുണ്ട്, വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഫാം ടു ഫോർക്ക് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റാണ്. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നമുക്ക് നേരിട്ട് ഫാമിൽ നിന്ന് ഡയറക്റ്റ് ഉൽപ്പാദിപ്പിച്ച് എൻഡ് യൂസറുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. അതിനുള്ള റീറ്റെയിൽ മാർക്കറ്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ തന്നെ 10-25 മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുണ്ട്. 100-ലധികം അതിൻ്റെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കൗണ്ടറുകളുണ്ട്. പുതിയ ഒന്ന് തിരിച്ച് എത്ര ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്? 18ഓളം നമ്മുടെ തന്നെ ഓൺ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇത് കൂടാതെ 160-ലധികം ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഡയറക്റ്റ് കൗണ്ടർ, നമ്മൾ ഡയറക്റ്റ് ഫുഡ് ആൻഡ് വെജിറ്റബിൾ നമുക്ക് നമ്മുടെ അവിടെ കൗണ്ടറുകൾ ഉണ്ട്. അത് അവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കുക, മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അത് നമ്മൾ പിന്നെ ഏകദേശം 1000-ലധികം കസ്റ്റമേഴ്സിന് നമ്മൾ സർവേ ചെയ്യുന്ന എല്ലാ ദിവസവും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ സാധനം. അവരെല്ലാം നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. അതാണ് അവരിലേക്ക് ഇനിയും ഉള്ള കസ്റ്റമേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾക്ക് ഒമാൻസ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒമാൻസ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഫൈഹ ഫ്രഷ് ഡെലിച്ച് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഞങ്ങളതാണ്. അത് ഒറിജിനൽ പഴച്ചാറ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. 4 ദിവസത്തെ ഷെൽഫ് ലൈഫ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സാധനം നാളെ തന്നെ അത് തീരുന്നുണ്ട്. ഒമാൻ്റെ ഏകദേശം 80% ലൊക്കേഷനിൽ അത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കസ്റ്റമർ അത് ചോദിച്ചു വരിക, നല്ല ഫ്രഷ് ജ്യൂസ്. നിങ്ങൾ കേട്ടു, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, അവിടെ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടത് വളരെ ചെറുപ്രായത്തിലാണ്. ആ 14 വയസ്സിൽ തന്നെ സ്ക്രാപ്പിൻ്റെ ബിസിനസ് തുടങ്ങി പണം ഉണ്ടാക്കി. കൂട്ടുകാർ നാട് വിട്ടു പോയപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് പ്രവാസിയാവാൻ തീരുമാനിച്ചു. മനസ്സിൽ കണ്ട രാജ്യം സൗദിയാണെങ്കിൽ എത്തിപ്പെട്ടത് ഒമാനാണ്. ഇത് ദൈവനിയോഗമാണ്. അതിവിടെ എത്തി. എന്നിങ്ങനെയാണ് ബിസിനസ്സൊക്കെ തുടങ്ങുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എത്രയോ ആൾക്കാരുണ്ട് ഒരു സംരംഭം തുടങ്ങാൻ ഒരു അവസരം നോക്കി ഒരു ആശയവുമായി നടക്കുകയാണ്. ഇത് 2 തർക്കം അത് തീർക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അവിടെ നിന്ന് ഇതൊക്കെയാണ് ദൈവനിയോഗം എന്ന് പറയുന്നത്. ഒരു വാഹനം കിട്ടുകയും പെട്ടെന്ന് തോന്നുന്ന ഒരു ആശയം, പച്ചക്കറി വാങ്ങുക, അതും സ്വന്തമായി പച്ചക്കറിയെ കുറിച്ച് അറിയില്ല, ഭാഷ അറിയില്ല, റൂട്ട് അറിയില്ല, കിട്ടുന്ന ഒരാളുമായി ഒരു റൂട്ടിലേക്ക് പോകുന്നു. അത് ഒരു നിമിത്തമായിരുന്നു. പിന്നീട് കണ്ടത് KB ഗ്രൂപ്പ് എന്ന വലിയ ഒരു ഗ്രൂപ്പിൻ്റെ വളർച്ച തന്നെയാണ്. ഇന്ന് 1500ഓളം തൊഴിലാളികൾ, 1570 കോടി രൂപ വിറ്റുവരവ്. തീർന്നില്ല. ഒമാനിൽ എവിടെ ചെന്നാലും ഇവരെ അറിയാത്തവരില്ല. ഇവരുടെ ഒരു പച്ചക്കറിയോ ഫ്രൂട്ടോ കഴിക്കാത്ത ഒരു ഒമാൻ സിറ്റിസണോ ഒരു പ്രവാസിയോ ഉണ്ടാവില്ല ഈ നാട്ടിൽ. ആ രീതിയിലുള്ള വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്, അവരുടെ ഐക്യമാണ്. ഈ ഐക്യമാണ് സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നത്. അടുത്ത തലമുറ സ്ട്രോങ് ആയി അവരുടെ പുറകെ ഉണ്ട്. പക്ഷെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊരു സംരംഭത്തിൻ്റെയും വളർച്ചയിൽ
നമ്മുടെ കൂട്ടാളികളായി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായി സ്റ്റാഫുകൾ തന്നെയാണ്. ആ സ്റ്റാഫുകൾ അവരുടെ വേർപ്പാണ്. അതുകൊണ്ട് തന്നെ കൊറോണ കാലത്ത് അവർക്ക് ഒരു മടി ഉണ്ടായില്ല. മറ്റുള്ളവർ സാലറി കട്ട് ചെയ്യാൻ പറയുമ്പോഴും അത് കൊടുക്കാൻ അവർ തയ്യാറായി. പക്ഷെ അവർ പറയുന്നത് ആ കസ്റ്റമർ നമ്മളെ അൾട്ടിമേറ്റ്ലി നമ്മളെ വളർത്തുന്നത് കസ്റ്റമറാണ്. ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം കൃത്യസമയത്ത് അതെത്തിക്കാൻ സാധിച്ചാൽ കസ്റ്റമേഴ്സ് നമ്മളെ വളർത്തും. ഒരു വിശ്വസ്തരായ ഒരു ബ്രാൻഡായി ഒമാനിൽ വളരെ അപൂർവം ചരിത്രം രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നാട് വിട്ട് വിദ്യാഭ്യാസ യോഗ്യതയല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സംരംഭം വളർത്താൻ വേണ്ടത്. കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കഠിനാധ്വാനമാണ്. കേവലം 3 മണിക്കൂർ ഉറങ്ങിയ കാലമുണ്ട്. സംരംഭകർ 24 മണിക്കൂർ സംരംഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. സത്യസന്ധമായാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും വളർന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വൈകിയേക്കാം. കഠിനാധ്വാനം ചെയ്യുക, കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുക, നന്മയോടുകൂടി ബിസിനസ് ചെയ്യുക. നമുക്ക് അബ്ദുൽ വാഹിദ് എന്ന ഈ സംരംഭകന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. കാരണം ഒമാൻ പോലൊരു സ്ഥലത്ത് വന്ന് 60 രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെയും രാജാവായി. വളരെ അഭിമാനത്തോടുകൂടി ഈ ഒമാൻ എഡിഷന് ഞാൻ തുടക്കം കുറിക്കുകയാണ്, അദ്ദേഹത്തെ പോലൊരു നല്ല വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒമാനിൽ വരാനും താങ്കളുടെ സ്നേഹം ഏറ്റുവാങ്ങാനും ക്ഷണിച്ചപ്പോൾ തന്നെ ഇതുപോലെ തിരക്കിനിടയിൽ വന്ന് എന്നോടൊപ്പം 2 മണിക്കൂർ ചെലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇൻ്റർവ്യൂ കാണുന്ന പല പുതിയ സംരംഭകർക്കും ഇതിൽ കുറേ വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും പ്രിയപ്പെട്ടതാണ് താങ്കളുടെ ഈ സംരംഭവും താങ്കളുടെ കുടുംബവും. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ എംപ്ലോയീസിനും താങ്കളുടെ കസ്റ്റമേഴ്സിനും എല്ലാ ആശംസകളും.